നിങ്ങളിത് കണ്ടോ? ഒരു തിരണ്ടി മീനാണിത്. 2 പേരാണ് ഈ തിരണ്ടി മീനെടുത്ത് പൊക്കി വെക്കുന്നത്. അത്രയ്ക്ക് വെയിറ്റുള്ള അപാര വലിയൊരു സാധനം. അമ്പമ്പോ അടിപൊളി. ഇത് സ്രാവുണ്ട്, പിന്നെ എനിക്ക് പേരറിയാത്ത എന്തൊക്കെയോ മീനുകളുണ്ട്. വലിയ വലിയ മീനുകളാണ്. അതൊക്കെ നമ്മുടെ ഈ മാർക്കറ്റിൽ കിട്ടും. ഹായ്. അപ്പോളേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് അങ്ങാടി എന്ന് പറയുന്ന വീഡിയോസാണ്. ഇപ്പോൾ കുറേ വീഡിയോസ് 6-7 എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കോഴിക്കോട് അങ്ങാടിയിൽ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ, മാളുകളൊക്കെ ഞാൻ കാണിച്ചു തന്നു. അതേപോലെ തന്നെ കോഴിക്കോട് വന്ന ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ്, വരക്കൽ ബീച്ച്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. സ്ഥലം ഏതാണെന്നറിയാമോ? സെൻട്രൽ മാർക്കറ്റ്. കോഴിക്കോട് നമ്മൾ ഒരുപാട് മാർക്കറ്റുകൾ, ഓയാസിസ് മാർക്കറ്റ്, പാളയം മാർക്കറ്റ്, അതുപോലെ തന്നെ മിഠായി തെരുവ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് സെൻട്രൽ മാർക്കറ്റ്. സെൻട്രൽ മാർക്കറ്റിലെ ഏറ്റവും പുതിയ കാഴ്ചകളും വിശേഷങ്ങളും. അവിടുത്തെ കാഴ്ചകളെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. ഒരു 1-1.5 കാഴ്ചകളുണ്ട്. എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വിശേഷങ്ങൾ പറഞ്ഞുതരാം. അവിടേക്ക് എങ്ങനെ ചെല്ലാം, അവിടെ എത്തിപ്പെടേണ്ട കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പം പോവല്ലേ നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിലെ പുതിയ എപ്പിസോഡും പുതിയ കാഴ്ചകളും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ കോഴിക്കോട് അങ്ങാടി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടുനോക്കാം. ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഒരുപാട് വഴികളുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നതേ മാനാഞ്ചിറ LICയുടെ അവിടെ ഇറങ്ങിയിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലൂടെ 2ാം ഗേറ്റിലോട്ടാണ്. ഈ 2ാം ഗേറ്റ് കടന്ന് വേണം നമ്മുടെ സെൻട്രൽ മാർക്കറ്റിലോട്ട് പോകാൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ട്രെയിനുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ലെവൽ ക്രോസ് അടച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ആരും ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരുപാട് വാഹനങ്ങളൊക്കെ ഇത് ബെല്ല് മുഴങ്ങിയിട്ട് തന്നെ ഇതിലൂടെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ സെൻട്രൽ മാർക്കറ്റിലോട്ട് എത്താൻ കഴിയുക. ഇതിലോട്ട് വേറെ റൂട്ടുകളുണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നതായിരിക്കും. ഈ കാണുന്നില്ലേ, ഈ ബിൽഡിങ്ങാണ് കോഴിക്കോട്ടെ മാതൃഭൂമിയുടെ ഓഫീസും കാര്യങ്ങളൊക്കെ. ഇത് സെൻട്രൽ മാർക്കറ്റിന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ബേക്കിലാണ് നമ്മുടെ സെൻട്രൽ മാർക്കറ്റ് ഉള്ളത്. അവിടേക്ക് നമുക്ക് ഇതിൻ്റെ ഈ മുന്നത്തെ വഴി കൂടെ അങ്ങോട്ട് പോവാം. ഈ കാണുന്ന ബിൽഡിങ്ങാണ് സെൻട്രൽ മാർക്കറ്റ് ബിൽഡിങ്. അതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ടാണ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. നല്ല തിരക്കായിരിക്കും. അതുപോലെ ഭയങ്കര സ്മെല്ലൊക്കെ ഉള്ള സ്ഥലമാണ്. മീനിൻ്റെ സ്മെല്ല്, ഇറച്ചിയുടെ സ്മെല്ല്, അതൊക്കെ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് ചുറ്റും 2 വശത്തും ഒരുപാട് കടകളൊക്കെ ഉണ്ടാവും. ഇത് കണ്ടോ, നമ്മൾ ഐസ് പൊടിക്കുന്ന മെഷീനാണ്. നമ്മളിപ്പോൾ സെൻട്രൽ മാർക്കറ്റിൻ്റെ പുറത്താണുള്ളത്. ഇനി നമുക്കിതിൻ്റെ മറുവശത്തേക്ക് പോകണം, പോയി നോക്കാം. ഇങ്ങനെയുള്ള പച്ചക്കറി കടകളൊക്കെ ഈ മാർക്കറ്റിനോട് തൊട്ട് ചേർന്നുണ്ട് കേട്ടോ. ഞാനിപ്പം രാവിലെയാണ് വന്നിരിക്കുന്നത്, ഒരു 7 മണിയായപ്പോൾ. ഈ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒരു 7 മണി 8 മണി സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. നമ്മളിങ്ങനെ പിടിച്ച് വലിക്കും മീൻ വാങ്ങാനായിട്ട്. അത്രയ്ക്ക് തിരക്കുള്ള സ്ഥലമാണ് സെൻട്രൽ മാർക്കറ്റ്. ഒരുപാട് വലിയ മീനുകളും ചെറിയ മീനുകൾ, ഞണ്ടുകൾ, ചെമ്മീൻ, കക്ക, അങ്ങനെ വേണ്ട എല്ലാവിധ സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ കിട്ടും. കുറച്ചൊക്കെ ബാർഗൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് നമുക്ക് നല്ല മെച്ചമുണ്ടാവും. അത്രയ്ക്ക് വില കുറവായിരിക്കും. അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഞണ്ടുകളുടെ വലിപ്പം കണ്ടു, വലിയ ഞണ്ടുകളാണ്. ഇവിടെ പലതരം വലിയ മീനുകളുണ്ട്, സ്രാവുകളുണ്ട്. പക്ഷേ എല്ലാ മീനുകളുടെയും പേരെനിക്കറിയില്ല. നിങ്ങൾക്കറിയെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ.
കുറച്ച് മീനുകളുടെയൊക്കെ പേര് എനിക്കറിയാം. സ്രാവ്, തിരണ്ടി, അങ്ങനെയുള്ള വലിയ വലിയ മീനുകളുടെ പേരറിയാം. പക്ഷേ അറിയാത്ത കുറേ മീനുകളും എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. അതെന്താണെന്നും എനിക്കറിയില്ല. പിന്നെ വലിയ വലിയ ഞണ്ടുകളെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, ഇവിടെയും ഉണ്ട് വലിയ വലിയ ഞണ്ടുകൾ. വലിയ ഏട്ട, ഐക്കൂറ, അതുപോലെ തന്നെ ചെറിയ സ്രാവുകളുണ്ട്. അങ്ങനെ ഒരുപാട് മീനുകൾ നമുക്ക് കൂടുതലും വാങ്ങാം, കുറച്ചും വാങ്ങാം. റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടൊക്കെ ഇവിടെ സപ്ലൈ ഉണ്ട്. നമുക്ക് ആ ഒരു വലിയ പിന്നെ ബാസ്ക്കറ്റ് ഉണ്ട്, ആ ബാസ്ക്കറ്റൊക്കെ ഒന്നിച്ച് കച്ചവടമാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ ഐസിട്ട് കൊണ്ടുപോകാം. വേറെ ജില്ലകളിലോട്ടൊക്കെ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. നമ്മളിത് പിന്നെ ബേപ്പൂർ ഹാർബറിൻ്റെയും പുതിയാപ്പ ഹാർബറിൻ്റെയും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാത്തവർ കണ്ടു നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ സെൻട്രൽ മാർക്കറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മീനുകൾ മാത്രമല്ല, ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ ആട് കിട്ടും, ചിക്കൻ്റെയൊക്കെ മുട്ടകളൊക്കെ വെച്ചിട്ടുണ്ട്, പച്ചക്കറികൾ കിട്ടും, ഉണക്കമീനുകൾ കിട്ടും. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ മാർക്കറ്റിനോട് ചേർന്ന് തന്നെ ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് 1.5 തിരണ്ടിയാണ് കേട്ടോ. യമണ്ടൻ തിരണ്ടിയാണ്. ഇതെൻ്റെ ക്യാമറ ശരിക്കും ഞാനിത് വളരെ വിട്ടു നിന്നിട്ടൊക്കെ എടുത്താണ്, കാരണം ഇത് കറക്റ്റ് ക്യാമറയിൽ പതിയുന്നില്ല. 2 പേര് എടുത്ത് പൊന്തിച്ചിട്ടാണ് അങ്ങോട്ട് വെക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു 1.5 സംഭവമാണിത്, വലിയ തിരണ്ടി. ഈ മാർക്കറ്റിന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണക്കമീൻ കിട്ടും. സ്രാവ്, മുള്ളൻ, മാന്ത, മത്തി ഇതൊക്കെ കിട്ടും. ഇവിടെ ഒരുപാട് കടകൾ, അതുകൊണ്ട് സൺഡേ ആയതുകൊണ്ട് അധികം കടകൾ തുറന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പച്ചമീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നന്നാക്കി തരാനായിട്ട് ആളുകളും ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് അയല വാങ്ങിയതാണ്. ഇതൊരു 50 രൂപയ്ക്ക് വാങ്ങിയ അയലയാണ്. കുറച്ച് അയല ഉണ്ട്, അപ്പോൾ അത് നന്നാക്കി തരികയാണ്. ഞാൻ ബാർഗൈൻ ചെയ്യാൻ നിന്നില്ല, പിന്നെ വരാനുള്ള തിരക്കിൽ വാങ്ങിയതാണ്. നമ്മുടെ LICയുടെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങോട്ട് നടക്കാം SM സ്ട്രീറ്റിലോട്ട്. എന്നിട്ട് ഇതാ ഈ രാധാ തിയേറ്റർ കാണാം. ഈ രാധാ തിയേറ്ററിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴിയുണ്ട്. ഈ കാണുന്ന വഴി, ഇത് നേരെ ചെല്ലുന്നത് നമ്മുടെ 2ാം ഗേറ്റിലോട്ടാണ്. അങ്ങനെയും നമുക്ക് ഈ സെൻട്രൽ മാർക്കറ്റിലോട്ട് എത്തിപ്പെടാനായിട്ട് കഴിയും. നേരെ പോയാൽ മതി, കറക്റ്റ് 2ാം ഗേറ്റിൻ്റെ അവിടെ എത്തും. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കിടക്കുന്ന വീഡിയോ നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അങ്ങോട്ട് എത്തും. അപ്പോൾ ഇതിൽ പോയാലും നമുക്ക് സെൻട്രൽ മാർക്കറ്റിലോട്ട് എത്തിപ്പെടാനായിട്ട് കഴിയും. ഇതതിന് കുറച്ചുകൂടെ എളുപ്പം. നമ്മുടെ സെൻട്രൽ മാർക്കറ്റ് കോഴിക്കോട് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ? ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാൻ ചെയ്യുന്ന മനോഹരമായ വീഡിയോസ് ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ ബൈ. റോയ്. പുതിയ വിശേഷങ്ങൾ തുടരും.